ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന ചോദ്യത്തിന് നമ്മൾ എത്രയോ തവണ ഉത്തരം എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ പലതവണ ഉത്തരം പറഞ്ഞിരിക്കുന്നു. അത് എവറസ്റ്റ് കൊടുമുടിയാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ശേഷം താഴെ വന്ന ടെൻസിംഗ് നോർഗെയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം മറുപടി നൽകിയത് ഇങ്ങനെയാണ്: നമസ്കാരം, എൻ്റെ പേര് ഐപ്പു വള്ളിക്കാടൻ. ടെൻസിംഗിന്റെ മറുപടി ഡാർജിലിംഗിലെ അദ്ദേഹത്തിന്റെ കബറിടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങൾ സുരക്ഷിതമാണോ, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുടെയും ഭാവി സുരക്ഷിതമാണോ ഇന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് ഞാൻ ആ കൊടുമുടി കീഴടക്കാൻ പോയത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മൗണ്ട് എവറസ്റ്റിലേക്ക് ആളുകൾ കയറിപ്പോകുന്ന ദൃശ്യങ്ങളും അവിടെ മരിച്ചു വീണ് കിടക്കുന്ന മൃതശരീരങ്ങളുമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഫീഡുകളിൽ ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഷെർപ്പ എന്ന വാക്ക് നമ്മളെല്ലാം പഠിക്കുകയാണ്. പർവ്വതാരോഹകർക്ക് മാർഗദർശികളായി, അല്ലെങ്കിൽ ഗൈഡുമാരായി, അല്ലെങ്കിൽ അവരുടെ കാവൽ മാലാഖമാരായി മലമുകളിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് ഷെർപ്പ. നേപ്പാളിലെ ഭൂരിഭാഗം ആൾക്കാരും അവരുടെ ഭാരം ചുമലിലേൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നെറ്റിയിൽ ഇങ്ങനെ ഒരു സാധനം വെച്ച് ചുമലിൽ എത്ര കിലോ ഭാരം വേണമെങ്കിലും അവർക്ക് ഉയർത്തിക്കൊണ്ടു പോകാൻ കഴിയും. ഇപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറൽ വീഡിയോകളായിട്ടൊക്കെ വരുന്നുണ്ട്. കുറേയധികം ആളുകളെ അങ്ങനെ കാണാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ മൗണ്ട് എവറസ്റ്റിലേക്ക് കയറുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ലോകത്ത് പർവ്വതാരോഹകർ സൃഷ്ടിക്കപ്പെടുന്നത്? കഴിഞ്ഞ ദിവസം വായിച്ച മനോഹരമായൊരു കഥയുണ്ട്. വീട്ടിൽ നിരന്തരമായ ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. ആ പേരിൽ അർത്ഥമില്ല. പക്ഷേ ഗാർഹിക പീഡനം, ഭർത്തൃപീഡനം, അല്ലെങ്കിൽ ഭർത്തൃമാതാവിന്റെ പീഡനം, ഇതിലൊക്കെ മനം തന്നിട്ട് അവിടെ ഒരു തീരുമാനമെടുക്കുകയാണ്. ഉള്ളത് നുള്ളിപ്പെറുക്കി മൗണ്ട് എവറസ്റ്റിലേക്ക് പോകുക. അവിടെ വെച്ച് മരിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നല്ലതാണെന്ന് വിശ്വസിപ്പിച്ച് അവൾ മല കയറുകയാണ്. പക്ഷെ ഇത് ചരിത്രമായി മാറുകയായിരുന്നു. അവരുടെ മല കയറ്റം വലിയ ചരിത്രമായി മാറി. വിജയകരമായി അത് പൂർത്തിയാക്കാൻ അവളെ കൊണ്ട് കഴിഞ്ഞു. പലരും നമ്മൾക്കാകില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് പുതിയ ഉദ്യമങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. പലരും നമുക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. അങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്ത വ്യക്തികൾ മാത്രമാണ് മൗണ്ട് എവറസ്റ്റ് കീഴടക്കി തിരിച്ചു വന്നിട്ടുള്ളത്. പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മൃതശരീരങ്ങൾ അവരുടെ മാർഗദർശികളായിരുന്നു. എവിടെയൊക്കെ മൃതശരീരങ്ങളുണ്ടോ അത് നോക്കിയാണ് ആളുകൾ മൗണ്ട് എവറസ്റ്റിലേക്ക് കയറിയിരുന്നത്. ഇന്ന് മൗണ്ട് എവറസ്റ്റിൽ നിന്നും താഴേക്ക് ബേസ് ക്യാമ്പ് വഴി, റോപ്പ് വഴി ബന്ധിച്ചിട്ടുണ്ട്. മൗണ്ട് എവറസ്റ്റ് കയറിയ കുറേ അധികം ആൾക്കാരെ കാണാനും കേൾക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് കിട്ടിയ ചില ആശയങ്ങൾ ഇപ്പോഴും എന്നെ മനമടിപ്പിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മരണം കൺമുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയാണ് മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത്. പലരും പറയുന്നുണ്ട്, കയറി പോകുന്ന വഴികളിൽ ജീവനില്ലാതെ കിടക്കുന്ന, അവരുടെ സ്വപ്നങ്ങളേറി മരിച്ചു കിടക്കുന്ന ആളുകളെ കാണുമ്പോൾ നമുക്കൊരു മനംതകിട്ടലുണ്ടാകും, ഒരു സങ്കടം വരും. പക്ഷേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ ഒന്നും അത് പ്രതിബന്ധമാകില്ല. അവിടുത്തെ ഷെർപ്പകൾ പറയും, ഇത് ജീവിക്കുന്ന രക്തസാക്ഷികളാണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന നിങ്ങളുടെ സൂചികാ ഫലകങ്ങളാണ്, നിങ്ങളെ വഴി നടത്തുന്നവരാണ്. അത് കണ്ടു വേണം നമ്മൾ മല മുകളിലേക്ക് പോകാൻ. നമ്മളെ ഒന്നും അലോസരപ്പെടുത്താൻ കഴിയില്ല. ഒരു യാത്രയും അങ്ങനെ തന്നെയാണ്. ഒരു ലക്ഷ്യസ്ഥാനം മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അവിടെ എത്തുക, യാത്ര എത്ര ദുഷ്കരമാണെങ്കിലും പിന്തിരിഞ്ഞു നോക്കാതെ ആ ദുർഘട സന്ധികളെ എല്ലാം മറികടന്നുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാൻ കഴിയണം. മെയ് മാസം പ്രത്യേകിച്ച് എവറസ്റ്റിന്റെ കാഴ്ചകളാണ് കൂടുതലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. കാരണം മെയ് മാസത്തിലാണ് അവിടെ ഏറ്റവും കൂടുതൽ ആയാസകരമായി അല്ലെങ്കിൽ അനായാസമായി കയറാൻ സാധിക്കുക. അതായത് കഴിഞ്ഞ ദിവസം ടെൻസിംഗിന്റെയും ഹിലാരുടെയും പേരിൽ അവിടെ മാരത്തോൺ നടന്നു. ഏതാണ്ട് 300-ലധികം ആളുകൾ ആ മാരത്തോണിൽ പങ്കെടുത്തു. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം മെയ് മാസം ഏതാണ്ട് 270-ലധികം ആളുകൾ ഒരേ സമയം എവറസ്റ്റ് സമ്മിറ്റിൽ പങ്കെടുത്തു. പക്ഷെ പലർക്കും ജീവൻ നഷ്ടമായി. പലരുടെയും ജീവിത ക്ലേശങ്ങൾ ഏറിയാണ് അവർ പോയെങ്കിലും, നഷ്ടങ്ങൾ സഹിച്ചാണ് പോയെങ്കിലും, കുറേയധികം ആളുകൾ വിജയം കണ്ട് വിജയ പതാക പാറിച്ചാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ചെറിയ യാത്രകൾക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ, ചില സാഹസിക യാത്രകൾക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഇതാണ്. നമുക്കൊരുമിച്ച് യാത്രകൾ ചെയ്യാം. നന്ദി, നമസ്കാരം.